നല്ലൊരു ഡെസേർട്ട് ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷമല്ലേ. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. ലാസ്റ്റ് എത്തി നിൽക്കുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ഡബിൾ ലെയർ പുഡിംഗ് ഉണ്ടാക്കാനാണ്. ഞാൻ 2 ടെൻഡർ കോക്കനട്ട് എടുത്തിട്ടുള്ളത്. ഇതിന് വെച്ചാലേ നമ്മളെ കരിക്കിന്ന് പോവുകയും ചെയ്തു, തേങ്ങയിൽക്കിട്ട് എത്തിയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. കാമ്പൊക്കെ ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ. ഞാൻ 2 വെള്ളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്വീറ്റായിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. ഇതിനകത്തേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. വെള്ളത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഈ അരക്കപ്പ് ചേർത്തുള്ളത്. അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് 1 കപ്പ് വരെയൊക്കെ ചേർക്കാം, നല്ല സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ. ഈ വെള്ളം നല്ലോണം അരിച്ചെടുക്കണം, കാരണം ഈ ചകിരിയുടെയും തൊണ്ടിൻ്റെ ഒക്കെ സാധനങ്ങൾ കുറച്ച് അതിനകത്ത് ഉണ്ടാവുമല്ലോ. ഇതിനകത്തേക്ക് 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചൈന ഗ്രാസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ജലറ്റിന് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. നല്ലോണം ഒന്ന് ചൂടാക്കി അതിൽ ആ കട്ടയൊക്കെ ഒന്ന് ഒടിച്ച് ജലറ്റിനൊക്കെ നല്ലോണം മെൽറ്റായതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കണത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കരിക്കിൻ്റെ പീസ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കട്ടെ. ഇതൊന്ന് ഫ്ലോട്ടായിട്ടൊക്കെ പോവും. ഹാഫ് ഒന്ന് സെറ്റാകുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് പുഡിങ് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ചെമ്മീനും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ചെമ്മീനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 3/4 ഭാഗം കുക്കായാൽ മതി, റബ്ബറി ഒന്നും ആവണ്ട. കാരണം ഈ ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ എൻ്റെ മെനു ഞാൻ പറഞ്ഞില്ലല്ലോ. ചെമ്മീൻ ബിരിയാണിയും പിന്നെ പത്തിരി, ചപ്പാത്തി, ബീഫിൻ്റെ കറി, പിന്നെ ചിക്കൻ ഫ്രൈ, ഞണ്ട് റോസ്റ്റ്. ഇതാണ് കേട്ടോ മെനു സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുഡിങ്ങിന് ടെൻഡർ കോക്കനട്ടിൻ്റെ ഞാൻ പറഞ്ഞ പുഡിങ്ങും, പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക്, നോർമൽ ഒരു മാങ്ങ ജ്യൂസും. ഇപ്പോൾ സീസണല്ലേ, എല്ലായിടത്തും അവൈലബിൾ അല്ലേ. പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ആ കരിക്കിൻ്റെ കാമ്പ് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല മഷി പോലെ അരയണം കേട്ടോ. ഇനി വെച്ചാൽ കുറച്ച് പാല്, ഒരു 250 ml പാലെടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ മേലത്തെ ലെയർ അത്രക്ക് തിക്നെസ് വേണ്ടാന്നാണ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം കൊടുക്കാം കേട്ടോ. 1/2 ലിറ്റർ വരെ പാലെടുക്കാം. പാലിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. അരച്ച് വെച്ചിട്ടുള്ള കാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വേറൊരു പാത്രത്തിൽ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനവും കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. പാലിൻ്റെ മിക്സിലോട്ട് ഡയറക്റ്റ് ഇട്ടിട്ട് വേണമെങ്കിലും ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കുക. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വേറെ ചൂടാക്കിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്യണതാണ്. അപ്പോൾ ആ ടെൻഡർ കോക്കനട്ടിൻ്റെ റിയൽ ടേസ്റ്റൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ചൂടായിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറില്ല. നല്ല ഫസ്റ്റത്തെ ലെയർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഒരു പാലിൻ്റെ ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ താഴ്ത്തട്ടിൽ വെക്കുക കേട്ടോ. നല്ലോണം ടൈം എടുക്കും ഇതൊന്ന് സെറ്റ്